സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ചെറിയ ഇൻട്രസ്റ്റിൽ ലോൺ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കേരള സർക്കാർ മുഖേന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകുന്ന ലോണാണ് CMEDP എന്ന് പറയുന്ന ലോൺ. 5% പലിശ മാത്രമാണ് വരുന്നത്. 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. കേരള സർക്കാർ മുഖേന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFC നൽകുന്ന ലോണാണ് CMEDP എന്ന് പറയുന്ന ലോൺ. ഇത് 1 കോടി രൂപ വരെയുള്ള എമൗണ്ടിനാണ് 5% ഇൻട്രസ്റ്റിന് കിട്ടുന്നത്. എന്നാൽ 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സാധാരണ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFC എത്രയാണോ പലിശ നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ആ പലിശ നിരക്കിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആർക്കൊക്കെ ലഭിക്കും? ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണെങ്കിൽ അതിന് ലഭിക്കും. അതേപോലെ ഒരു MSME സംരംഭമാണെങ്കിൽ അതിന് കിട്ടും. അതേപോലെ തന്നെ ഒരു അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള സംരംഭമാണെങ്കിൽ അതിനും കിട്ടും. അപ്പോൾ ആർക്കൊക്കെ കിട്ടത്തില്ല? ക്രഷർ യൂണിറ്റുകൾ ഇവയ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കിട്ടത്തില്ല. ഹോട്ടൽ ബാർ ഇവയുമായി ബന്ധപ്പെട്ടതിന് കിട്ടത്തില്ല. ഒരു സിനിമ അല്ലെങ്കിൽ സീരിയൽ പിടിക്കണം അതുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾക്ക് കിട്ടത്തില്ല. അതുകൂടാതെ തന്നെ കരാറുമായി ബന്ധപ്പെട്ട സംരംഭമാണെങ്കിൽ ഇവയ്ക്കും കിട്ടത്തില്ല. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഇതിൻ്റെ പ്രായപരിധി പറയുന്നത് സാധാരണ ആൾക്കാരാണെങ്കിൽ ശരാശരി 50 വയസ്സിന് താഴെയായിരിക്കണം. എന്നാൽ പട്ടികജാതി പട്ടികവർഗം സ്ത്രീകൾ ഇവർക്ക് 55 വയസ്സ് വരെ ആകാം. ഇനി സിബിൽ സ്കോർ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. സിബിൽ സ്കോർ 650 മുകളിൽ വേണം. ഈ കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് സംരംഭമാകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ സംരംഭത്തിന് വേണ്ടി ക്യാഷ് അറേഞ്ച് ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ ചെറിയ ഇൻട്രസ്റ്റിൽ ലോൺ ലഭിക്കുകയും ചെയ്യും. 10 വർഷം കാലാവധി ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതും കേരള സർക്കാർ മുഖേന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ലോണാണ് CMEDP എന്ന് പറയുന്ന ലോൺ. ഇനി നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ്. ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ലോണുമായി ബന്ധപ്പെട്ട മൊത്തം വിവരങ്ങൾ കാണാൻ പറ്റും. അവിടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് മുഖേന നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം? കൃത്യമായി തെറ്റില്ലാതെ പൂരിപ്പിച്ച ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മളവിടെ തയ്യാറാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോകൾ കാര്യങ്ങൾ ആവശ്യമായി വരും. പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ ആവശ്യമായി വരും. അതോടൊപ്പം തന്നെ ആരൊക്കെയാണോ സംരംഭവുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ്, ആധാർ കാർഡ്, പാൻ കാർഡ് മുതലായവ ആവശ്യമാണ്. പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇതിനാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അനുമതികൾ വേണം അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിന് ഫുഡുമായി ബന്ധപ്പെട്ട FSSAI ആയിക്കോട്ടെ, മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏതൊക്കെ സർട്ടിഫിക്കേഷൻസുകൾ ഇതിനാവശ്യമാണോ ഇത്രയും സർട്ടിഫിക്കേഷൻസുകളെല്ലാം തന്നെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇതിന് ഈടും കൂടെ വെക്കണം. ഈട് വെച്ച് കഴിഞ്ഞാലും ലാഭം എന്താണ്? 5% ഇൻട്രസ്റ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFC മുഖേന നൽകുന്ന ലോണാണ് ഈ CMEDP എന്ന് പറയുന്ന ലോൺ. ഈ അറിവ് വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. കാരണം വളരെ ചെറിയ ഇൻട്രസ്റ്റിലാണ് ഈ ലോൺ ലഭിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.